ഹായ് അസ്സാം വലൈക്കും. നമുക്ക് പുട്ടുപൊടി വെച്ച് എങ്ങനെ അരിയുണ്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. ഏത് പുട്ടുപൊടിയാണെങ്കിലും നമ്മൾ പച്ചരിയുടെ പുട്ടുപൊടിയാണെങ്കിലും ചെമ്പാ പുട്ടുപൊടിയില്ലേ അതാണെങ്കിലും നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. ചുവന്നരിയുടെ അതല്ല, നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ പൊടിപ്പിക്കുന്ന ആ ഒരു പുട്ടുപൊടിയില്ലേ അതാണെങ്കിൽ നല്ലതാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ചുവന്ന അരിയൊക്കെ പൊടിച്ച് കൊണ്ടുവരുന്ന അത് നല്ല ടേസ്റ്റാണ് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ. അപ്പോൾ അതാ നമുക്ക് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതെങ്ങനെ ഇതിൻ്റെ പരുവമെന്ന് വെച്ചാൽ തീ കുറച്ചിട്ട് തന്നെ വറുക്കണേ. നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു പരുവമുണ്ട്. ആവി പറക്കും പുട്ടുപൊടിക്കകത്ത്. നല്ല ചൂടാവും, ആവി പറക്കും. തീ കുറച്ചിടണമെന്ന് വെച്ചാൽ കരിഞ്ഞു പോകും, ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. അപ്പം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. പറഞ്ഞ പോലെ തൊട്ടാൽ നമുക്ക് നമ്മുടെ കൈ തൊടുമ്പോൾ നല്ല ചൂട് കിട്ടത്തില്ലേ, അപ്പം ആ പരുവത്തിൽ തന്നെ നമുക്ക് പുട്ടുപൊടി വറുത്തെടുക്കാം. ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കിതൊന്ന് വറുത്തായി. അപ്പം നമുക്കിനി അത് മാറ്റിയിട്ട് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ശർക്കരയ്ക്ക് കറക്റ്റ് അളവല്ല. നമുക്ക് ശർക്കര കുറച്ച് ഒരു വലിയ ഉണ്ട ശർക്കര ഞാനിപ്പം ഉരുക്കിയെടുത്തിട്ടുണ്ട്. ശർക്കര ആവശ്യത്തിന് മധുരം എന്തോരം നമുക്ക് വേണം ആ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഞാൻ ആ പൊടി വറുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ, അപ്പോൾ നമ്മൾ വറുത്ത പൊടി ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെ കരിഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് തന്നെ ശർക്കര അരിച്ച് ഒഴിച്ച് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര തേങ്ങ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ നന്നായിട്ട് ഒന്ന് വറ്റി ഒന്ന് കുഴമ്പാവും. ഒട്ടുന്ന പരുവമാണെങ്കിൽ അത്രയും നാൾ നമുക്ക് അരിയുണ്ട സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതല്ല ഒരുപാട് മുറുകണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് തേങ്ങ ഒന്ന് വറ്റി ശർക്കരയൊന്ന് വറ്റി അതിൽ വരുമ്പോഴത്തേക്കിന് നല്ലൊരു പരുവം, ഒരു കുറുകിയ പരുവം പോലെ ആകുമ്പോൾ നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതെന്ന് വെച്ചാൽ ഇതിലേക്ക് ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കണം. ആ തേങ്ങ തിളച്ച് ഒന്ന് വറ്റി വരാറാകുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കരയുടെ പരുവം അനുസരിച്ചാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കേണ്ടത്. ശർക്കരയ്ക്ക് ഒരുപാട് കൈ തൊടുമ്പോൾ ഒന്നൊട്ടുന്ന പരുവമാണെങ്കിൽ നിങ്ങൾ സ്പീഡിൽ തന്നെ ഉണ്ടയാക്കി എടുക്കണം. തണുത്ത് പോയാൽ നമ്മൾ കല്ലായി പോകും. അന്നേരം ഒന്നുകൂടെ നല്ല മുറുകി തന്നെ ഇരിക്കും. അരിയുണ്ട കുറച്ച് നാൾ കൂടുതലിരിക്കും. അതല്ല, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന പരുവാണെങ്കിൽ ഒട്ടുന്ന പരുവം ആവുന്നതിന് മുമ്പ് തന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ എത്ര അതിന് അളവൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ തേങ്ങ കൂടുതൽ തന്നെ ചേർത്തോളും. അപ്പോൾ ആ ചൂടോടെ തന്നെ കയ്യിൽ കുറച്ച് എണ്ണയോ വല്ലതും തൂത്തിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ടയാക്കി എടുക്കാം. അപ്പോൾ ആ പുട്ടുപൊടി ഇത്തിരി ഇങ്ങനെ പുറത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പുറത്തൊന്ന് തൂകിയിട്ട് ഉണ്ടയാക്കി എടുത്താൽ അടിപൊളിയാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ എന്ന് വെച്ചാൽ അതിൽ ഒരു ഇതും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമാണ് അരിയുണ്ട. അപ്പോൾ ആർക്കും ഉണ്ടാക്കാം. പുട്ടുപൊടി ഏത് കടയിലും കിട്ടുമല്ലോ. പുട്ടുപൊടി വെച്ച് നമുക്ക് എവിടെ ഇരുന്നാണേലും ശർക്കരയും പുട്ടുപൊടിയും തേങ്ങായും മാത്രം ഇൻഗ്രീഡിയൻസ് മതി, അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നെയ്യ് ചേർത്താലും, ആ ഒരു തേങ്ങ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്താലും 1-2 സ്പൂൺ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.